ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-ാം തിരുവചനം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തു കൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിപ്രധാനപ്പെട്ടൊരു സത്യം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർക്കുവാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നത്. സർവശക്തനാകുന്ന ദൈവം ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് അതിപ്രധാനപ്പെട്ട 2 സത്യങ്ങൾ വ്യക്തമാക്കുന്നു 19-ാം വാക്യത്തിൽ. ഒന്ന്, ജീവനും മരണവും എന്ന് പറഞ്ഞാൽ ജനനവും മരണവും. ഈ ഭൂമിയിൽ നിലകൊള്ളുന്ന 2 സത്യങ്ങളും 2 യാഥാർത്ഥ്യങ്ങളുമാണ്. അതിനോട് ചേർത്ത് പറയുന്നു അനുഗ്രഹവും ശാപവും. ജീവനും മരണവും, ജനിച്ചവൻ മരിക്കുമെങ്കിൽ മരിച്ചവൻ ജനിച്ചവനാകണമെങ്കിൽ, അനുഗ്രഹവും ശാപവും എന്ന ഈ വിഷയം മനുഷ്യായുസ്സിൽ അനുഭവിച്ചു തീർക്കുന്ന 2 യാഥാർത്ഥ്യങ്ങളാണ്. അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ അനുഭവിക്കുവാനുള്ളതാണ്. നമ്മൾ സാധാരണ നിലയിൽ പറയുന്ന ഒരു സത്യമുണ്ട്: ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു, ദൈവം ഞാനായിരിക്കുന്ന എൻ്റെ സഭയെ അനുഗ്രഹിച്ചു, ദൈവം എൻ്റെ ദേശത്തെ അനുഗ്രഹിച്ചു. ഒരിക്കലും ആരും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ശപിക്കപ്പെട്ടു എന്ന്. ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് എല്ലാറ്റിലും പറയുന്നവർ, അങ്ങനെ ഒരിക്കലെങ്കിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കും അച്ഛാ, ദൈവം നമ്മളെ അനുഗ്രഹിക്കും ബ്രദർ, ദൈവം അനുഗ്രഹിക്കും പാസ്റ്ററെ, ഗോഡ് ബ്ലസ് യു എന്നൊക്കെ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുള്ളവർ ഒരു സത്യം അതിൽ നിന്ന് തിരിച്ചറിയണം: അനുഗ്രഹം ദൈവികമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ശാപം എന്താണ്? ശാപം പാപത്തിൻ്റെ അനന്തരഫലമാണ്. ഞാൻ ഇന്നലെ രാത്രിയിൽ ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും സർവശക്തനാകുന്ന ദൈവം ഈ ഭൂമിയെ ശപിക്കുവാനുള്ള കാരണങ്ങളെക്കുറിച്ചും വളരെ സവിസ്തരമായി ഇന്നലത്തെ സന്ദേശത്തിൽ നിങ്ങളെ അറിയിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 28 വരെയുള്ള തിരുവെഴുത്തുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ ഭൂമിയെ അനുഗ്രഹിച്ച ദൈവത്തെയാണ്. പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും അനുഗ്രഹിച്ച ദൈവത്തെയാണ്. മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ അനുഗ്രഹിച്ച ദൈവത്തെയാണ്. അനുഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങൾ സന്താന സമ്പുഷ്ടരായി വർദ്ധിച്ച് പെരുകുവീൻ, വർദ്ധിച്ചു വരുവീൻ, സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുക്കൾ വാഴുവീൻ എന്ന് കൽപ്പിച്ച ദൈവത്തെയാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് ഉൽപ്പത്തി 1:28 വായിക്കുന്നു. അങ്ങനെ ഈ ഭൂമിയുടെ ആരംഭത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമായിരുന്നു നിലകൊണ്ടിരുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതായി, അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങൾ എപ്പോഴും ദോഷമുള്ളതായി എന്ന് യഹോവ കണ്ടു. അതുകൊണ്ട് ദൈവം ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു. അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി തീർന്നു. 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം, താൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുമെന്നും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കൊണ്ട്
ദൈവം അനുദപിച്ചു, പ്രയാസപ്പെട്ടു, റിപ്പന്റഡായി, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ദൈവം ചിന്തിച്ചു എന്നും തിരുവചനത്തിൽ കാണുന്നു. ഉൽപ്പത്തി 5:29 വാക്യത്തിൽ വരുമ്പോൾ ദൈവം ശപിച്ച ഭൂമി എന്നെഴുതിയിരിക്കുന്നു. ദൈവം ശപിച്ച ഭൂമി, യഹോവ ശപിച്ച ഭൂമി. എന്നാൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലും ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിലും ദൈവം സകലത്തെയും അനുഗ്രഹിച്ചിരുന്നു, വർദ്ധനവ് കൽപ്പിച്ചിരുന്നു. മനുഷ്യന്റെ മേൽ, ആദത്തിന്റെ മേൽ, ഹവ്വായുടെ മേൽ ദൈവികമായ ശാപങ്ങൾ വെളിപ്പെട്ടതാണ് ഉൽപ്പത്തി 3:16. എന്നാൽ ഇവിടെ നാം അറിയേണ്ട ഒരു സത്യം, ഈ ശാപവും ഈ അനുഗ്രഹവും ഈ മനുഷ്യായുസിൽ നാം അനുഭവിക്കുന്ന സത്യങ്ങളാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പീൻ. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചത് തന്നെ അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്നവർ വളരെ ആത്മാവിൽ പ്രാർത്ഥിക്കണം, പിതാവേ, യേശുവേ, എൻ്റെ ഈ ജീവിതത്തിൽ അനുഗ്രഹം അനുഭവിപ്പാനുള്ള കൃപ തരണമേ. അനുഗ്രഹത്തിൻ്റെ സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി മാത്രമല്ല, അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നൊരു വ്യക്തിയായി മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ പ്രവചനങ്ങൾ കേൾക്കുന്ന വ്യക്തിയായി മാത്രമല്ല, ആ അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കുവാൻ, അനുഭവിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതെ, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഈ ആയുസ്സിൽ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നവരാകട്ടെ. നിങ്ങളുടെ തലമുറകളിലൂടെ അനുഗ്രഹം അനുഭവിക്കുന്നവരാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നവരാകട്ടെ. കർത്താവിൻ്റെ വരവ് വൈകുന്നുവെങ്കിൽ തലമുറയായി നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നവരാകട്ടെ. അതേ, സർവശക്തനാകുന്ന ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നതും എന്നെയും നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നതും ഈ ഭൂമിയിൽ വാഴ്ച നടത്തുവാനാണ്, അനുഗ്രഹങ്ങളെ അനുഭവിക്കുവാനാണ്. എന്നാൽ എന്ന് ഈ ഭൂമിയിൽ നിന്ന് ഈ ശാപവും മരണവും നീങ്ങിപ്പോകും? എന്നുവരെയുണ്ട് ഈ ശാപവും തകർച്ചകളും മരണവും പ്രതിസന്ധിയും? ഞാൻ പറഞ്ഞല്ലോ, ശാപവും ശാപകാരണങ്ങളും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. ശാപമെന്ന് പറയുന്നത് തന്നെ, നമ്മൾ സാധാരണ നിലയിൽ ശാപമെന്ന് കേട്ടാൽ ചിന്തിക്കുന്നത് ഒരു വ്യക്തി, ഞങ്ങളുടെ ആ നല്ല മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന ഒരു പദശൈലിയിൽ പറയാം, പല ആൾക്കാരും ഈ ശാപമെന്ന് കരുതുന്നത് പ്രാക്കുകളെയാണ്. ഒരു വ്യക്തി നമ്മളെ നോക്കി ചില വാക്കുകൾ, ദൈവഹിതമില്ലാത്ത ചില പദപ്രയോഗങ്ങൾ നടത്തി, അതാണ് ശാപം എന്നുള്ളതാണ് നമ്മളിൽ പലരും കരുതി വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഉണ്ടല്ലോ. പക്ഷെ വാസ്തവത്തിൽ അതല്ല. അത് ശാപകാരണമാകാം, പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നാമോ നമ്മുടെ പിതാക്കന്മാരോ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ അനന്തര ഫലങ്ങളാണ് ദൈവികമായ ശാപം. നമ്മുടെ പിതാക്കന്മാർ പ്രസംഗിച്ചിരുന്നു, യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു ശാപത്തെ അനുഗ്രഹമാക്കുന്നു, യേശു ക്രിസ്തു നിത്യജീവൻ തരുന്നു, യേശു ക്രിസ്തു തന്നെ കാത്തിരിക്കുന്നവർക്കായി വേഗം മടങ്ങി വരുന്നു. അങ്ങനെയാണെങ്കിൽ ശാപമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്തോ ഒരു സംഭവമല്ല, ഒരു സംഗതിയല്ല, അതിപ്രധാനപ്പെട്ട കാര്യമാണ്. ശാപമെന്ന് പറയുന്നത് തന്നെ പാപത്തിൻ്റെ അനന്തര ഫലമാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വായിച്ച വേദഭാഗത്തിൽ, സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ നാം കണ്ടത്, കുരുകിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. അപ്പോൾ ശാപകാരണങ്ങളുണ്ട്, കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ശാപത്തിൻ്റെ പ്രധാനമായ കാരണം ദൈവത്തോട് കാണിച്ച മറുതലിപ്പുകളും ദൈവീക വ്യവസ്ഥകളിൽ നിന്ന് വ്യതിചലിച്ചു പോയി ചെയ്ത പ്രവൃത്തികളും ആണ്. ഞാൻ ഇന്നലെ രാത്രിയിൽ 9 ശാപകാരണങ്ങൾ ബൈബിളിൽ നിന്ന് തിരുവചനാടിസ്ഥാനത്തിൽ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ ഇന്ന് ആദ്യമായി എന്നെ കേൾക്കുന്നവരുണ്ടാകാം. ഈ മെസ്സേജിൽ നിങ്ങൾക്കൊരു പൂർണ്ണത ലഭിക്കണമെങ്കിൽ ഇതിൻ്റെ പാർട്ട് 1 കാണാതെ പോകരുത്.
അത് യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 9 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു. 1, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തത്, അപമാനിക്കുന്നത് ശാപകാരണമാണ്. നിങ്ങളുടെ ബയോളജിക്കൽ പേരൻസിനെയും നിങ്ങളുടെ സ്പിരിച്വൽ പേരൻസിനെയും. മാതാപിതാക്കൾ എന്നുദ്ദേശിക്കുമ്പോൾ പിതൃതുല്യമായി നിൽക്കുന്നവർ, ഗുരുതുല്യമായി നിൽക്കുന്നവർ, അവരെ അപമാനിക്കുന്നതും അവഹേളിക്കുന്നതും വേദനിപ്പിക്കുന്നതും ശാപകാരണമാണ്. അതാണ് പുറപ്പാട് 20:12 നാം വായിക്കുന്നത്. എഫേസ്യർ 6:1, 2, 3 വാക്യങ്ങളിൽ നിനക്ക് നന്മയുണ്ടാകാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്ന് തുടങ്ങുന്ന തിരുവചനങ്ങൾ നാം വായിക്കുന്നത്. അനുഗ്രഹത്തിന്റെ കാരണം 1, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്, ഗുരുതുല്യമായി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളെ, ഗുരുതുല്യമായി നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നവരോട് നാം കാണിക്കുന്ന സ്നേഹം, കരുതൽ, ബഹുമാനം, ഇത് അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരും. ഇത് എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും വിശ്വസിക്കുന്ന ഒന്നാണ്. ബഹുമാന്യനായിരുന്ന കുഞ്ഞുണ്ണി മാഷ് തൻ്റെ കവിതകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയിൽ, ഗുരുത്വമില്ലാത്തവൻ കരുത്തനാണെങ്കിലും കരുതിക്കൂട്ടി വരുത്തും അവൻ വിനകളേറെ. ഗുരുത്വമില്ലാത്തവൻ എത്ര കരുത്തനെങ്കിലും കരുതിക്കൂട്ടി വരുത്തും അവൻ വിനകളേറെ എന്ന് പറഞ്ഞാൽ എന്താ? ഗുരുത്വമില്ലാത്തവൻ ഇനി എന്തൊക്കെ ചെയ്താലും അതൊന്നും അവൻ്റെ ജീവിതത്തിൽ അവന് സക്സസ് ആയി എന്ന് തോന്നിയാലും അത് സക്സസ് ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഒരു ട്രാപ്പ് അവനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും ഒരു കുഴി അവനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഗുരുത്വം എന്ന് പറയുന്നത് എനിക്ക് കരുത്തു പകരുന്ന ഒന്നാണ്. എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം, എൻ്റെ മീതെയുള്ള ദൈവദാസൻ്റെ അനുഗ്രഹം, എനിക്ക് മീതെയുള്ള എൻ്റെ പേരൻസിൻ്റെ അനുഗ്രഹം, അതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാണ്. എന്നാൽ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതും സ്നേഹിക്കാത്തതും കരുതാത്തതും എൻ്റെ ആയുസ്സിനോടും എൻ്റെ ആരോഗ്യത്തോടും ഒക്കെയുള്ളതായ തകർച്ചകൾക്ക് കാരണമാകും, ശാപകാരണമാണ്. 2, സാധുക്കളെ പീഡിപ്പിക്കുന്നത് ശാപകാരണമാണ്. ഇതിലോട്ടൊന്നും ഇന്ന് രാത്രി ഞാൻ പോകുന്നില്ല. ഇതായിരുന്നു ഇന്നലെ രാത്രിയിലത്തെ എൻ്റെ മെസ്സേജ്. 2-2.5 മണിക്കൂർ ഞാൻ അതിന് ചില വാക്യങ്ങൾ വായിപ്പിച്ചിരുന്നു. 3, തെറ്റായ ലൈംഗിക പാപങ്ങൾ, ലൈംഗിക ബന്ധങ്ങൾ ശാപകാരണമാണ്. 4, കപടഭക്തിയും കപട പ്രാർത്ഥനയും ശാപകാരണമാണ്. 5, മോഷണം ശാപകാരണമാണ്. 6, അബ്രഹാമിയ സന്തതികളെ ശപിക്കുന്നത് ശാപകാരണമാണ്. കാരണം അബ്രഹാമിനോട് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കുമെന്ന്. 7, അന്യദൈവങ്ങളെ സേവിക്കുന്നവന്റെ വേദന വർദ്ധിക്കും. അന്യദൈവ സേവ, ജീവനുള്ള ദൈവത്തെ മറന്ന് ആ ദൈവത്തെ സേവിക്കാതെ, വിശ്വസിക്കാതെ, അവനിൽ ആശ്രയിക്കാതെ, അവനായി കണ്ടുകൊണ്ട് മറ്റുള്ളതിനെ ദൈവതുല്യമായി കാണുന്ന അന്യദൈവ സേവ, വിഗ്രഹാരാധനകൾ ശാപകാരണമാണ്. 8, മത്സര ബുദ്ധി, മത്സര പ്രാർത്ഥന, മത്സര ശുശ്രൂഷ, ചലഞ്ചിങ് മെന്റാലിറ്റി, കോമ്പറ്റീറ്റീവ് മൈൻഡ് ശാപങ്ങളെ കൊണ്ടുവരുന്നതിന് കാരണമാകും. 9, നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ ഉച്ചാരണങ്ങൾ കൊണ്ടും നമ്മുടെ അധരങ്ങൾ കൊണ്ടും നാം തന്നെത്താൻ പറഞ്ഞു വെക്കുന്ന, സ്വയം പറഞ്ഞു വരുത്തുന്ന ശാപങ്ങൾ, ശാപവാക്കുകൾ. ഇങ്ങനെ 9 കൂട്ടം കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു. ഈ 9 കൂട്ടം കാര്യങ്ങളിൽ 2 അതിലധികമോ ആ വിഷയങ്ങളിൽ നിങ്ങളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുകയും പാപക്ഷമയ്ക്കു വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യണമെന്ന് ഇന്നലെ രാത്രിത്തെ സന്ദേശത്തിൽ ഞാൻ നിങ്ങളെ ഉപദേശിച്ചിരുന്നു. എന്നാൽ നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ സത്യം, അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന വിഷയത്തിൽ ഇന്ന് രാത്രിയിൽ എങ്ങനെയാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത് എന്നാണ്. ചേർന്ന് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. എങ്ങനെയാണ് ഞാൻ അനുഗ്രഹങ്ങളിലേക്ക് നയിക്കപ്പെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ചിലർ അനുഗ്രഹിക്കപ്പെടുവാനും ചില കാരണങ്ങളുണ്ട്, ചിലർ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതിൻ്റെ പിറകിലും ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ നമ്മൾ വായിച്ചത്, ശാപത്തിനും കാരണങ്ങളുണ്ട്, അനുഗ്രഹങ്ങൾക്കും കാരണമുണ്ട്. വായിക്കാം ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാലും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വ ജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും
ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നുവെന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ആവർത്തന പുസ്തകം 28 അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്, ആ അനുഗ്രഹങ്ങളുടെ നിലകളും നിലവാരങ്ങളും എന്താണ് എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമ്മൾ ശാപം എന്താണ്, ശപിക്കപ്പെടുവാനുള്ളതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവികമായ ശാപങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥകളും അനുഭവങ്ങളും എന്താണ് എന്ന് വ്യക്തമായി നാം കാണുന്നത്. ഇത് രണ്ടും ഇന്ന് രാത്രിയിലൊന്ന് തൊട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയരെ. ഒന്നാമതായി, എങ്ങനെയാണ് നാം അനുഗ്രഹത്തെ സ്വീകരിക്കുന്നത്? എപ്പോഴും നമ്മൾ ഓർക്കണം, സ്വർഗത്തിലെ ദൈവം ഒരു വചനം അല്ലെങ്കിൽ ഒരു വാഗ്ദത്തം നമുക്ക് നൽകുന്നത് അതിന് മുൻപ് എന്തെങ്കിലും ഒരു വാക്ക്, വചനം അതിൻ്റെ പിന്നിലുണ്ടാകും. നമ്മൾ സാധാരണ നിലയിൽ വായിക്കുന്ന ഒരു വേദഭാഗമാണ് 91-ാം സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ കുറിച്ച്, അല്ലേ, യഹോവയെ കുറിച്ച് അങ്ങനെയാ പറയുന്നത്. അവൻ എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമാകുന്നു. അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാകുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിൽ വിടുവിക്കും. പക്ഷേ താഴോട്ടെല്ലാം വായിക്കുമ്പോൾ അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കും, അവൻ്റെ ചിറകുകളിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസം നിനക്ക് പരിചയം ബലയുമാകുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പ്രകടന അസ്ത്രയും. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, കാണാതറിയാം. പക്ഷേ ഇത് ആർക്കു വേണ്ടിയാണ്? ഒറ്റ വാക്യത്തിലാണ് എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന്റെ ജീവിതത്തിലാണ് ബാക്കിയുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ വരുന്നത്. സ്തോത്രം. നമുക്കറിയാം 23-ാം സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു. പിന്നെ താഴോട്ട് കണക്ഷൻസ് ആണ്. എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറം, സ്വസ്ഥതയുള്ള വെള്ളം, പ്രാണന് തണുപ്പ്, തിരുനാമ നിമിത്ത നീതിപാതകളുള്ള ജീവിതം, കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും അനർത്ഥവും ഭയപ്പെടേണ്ടാത്ത സാഹചര്യങ്ങൾ, ദൈവം കൂടെയിരിക്കുന്ന അനുഭവങ്ങൾ, വടിയും കോലും ആശ്വസിപ്പിക്കുന്നു, ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്നു, തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, പാനപാത്രം നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുന്നു, യഹോവയുടെ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കുന്നു. പക്ഷേ ഇതാർക്കാണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു. ദൈവം ഇടയൻ ആയിരിക്കുന്നവർക്കാണ് മുട്ടുണ്ടാകാത്തതും. ഇതെല്ലാം മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യത്തിനകത്ത് അതനുസരിക്കുന്നവർക്കുള്ളതാണ്, താഴോട്ടുള്ളതല്ല. സാധാരണ നിലയിൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും എന്നുള്ള സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന താഴോട്ടുള്ളത് എഴുതിയിരിക്കുന്ന എല്ലാം നമുക്കുള്ളതാണ്. അല്ല, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ കുറിച്ച്. ഇപ്പൊ എൻ്റെ നിഴല്
നിങ്ങളുടെ മേൽ തട്ടണമെങ്കിൽ എൻ്റെ അരികിൽ വന്ന് നിങ്ങൾ നിൽക്കണം. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു, ജിജി പാസ്റ്റർ ഇച്ചിരി അകലെയായിരിക്കുന്നേ, പക്ഷെ ഈ ചർച്ചിൽ തന്നെയുണ്ട് അദ്ദേഹം. പക്ഷെ ഒരിക്കലും എൻ്റെ നിഴൽ അദ്ദേഹത്തിൻ്റെ മേളിൽ വീഴുന്നില്ല. എൻ്റെ നിഴൽ വീഴണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ലേ, എൻ്റെ നിഴൽ വട്ടത്തിനരികിൽ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയത്തില്ലേ. എന്ന് പറയുന്നതിന്റെ കാരണം എൻ്റെ അടുത്ത് നീ കാണണം. അവൻ്റെ നിഴലിന് കീഴിൽ പാർക്കുന്നവനെ കുറിച്ചാണ് പറയുന്നേ. അവനാണ് ഒരനർത്ഥവും ഭയപ്പെടാത്തതും മഹാമാരിയെ വിജയിക്കുന്നതും ഒക്കെ എന്നാണ് താഴെ വായിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വാക്കിനെ മറന്നു പോകരുത്. എല്ലാ മേഖല അതുപോലൊരു ഭാഗമാണിത്, ഈ ആവർത്തനം 28. നമ്മൾ വാലല്ല തലയാകുമെന്ന് പ്രവാചകൻ പറയുമ്പം നമ്മൾ വാലും തലയല്ലേ ഇട്ട് ചാടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ വാക്ക് കേൾക്കുമ്പോൾ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും എന്ന് പറയുമ്പം ഭയങ്കര കൈ അടിച്ച് ബഹളം ഉണ്ടാക്കി സ്തോത്രം ചെയ്യും. യഹോവ നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാരെല്ലാം പടം നമ്മുടെ അകത്തോട്ട് കയറി വരും. പക്ഷെ അങ്ങനെയല്ല. ഒന്നാമത്തെ വാക്ക് ശ്രദ്ധിച്ചോണം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്, അവന്റെ വചനം നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ, അവിടെയാണ് സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയുടെ മാറ്റമില്ലാത്ത വചനം നീ ഏറ്റെടുത്ത് സ്വീകരിച്ച് ദൈവകൽപ്പനകൾ പ്രമാണിച്ച് വിശുദ്ധിയോടെ സത്യസന്ധതയോടെ ജീവനുള്ള ദൈവത്തെ നീ സേവിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല സർവ ജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് വചനം കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പ്രൈസ് ജീസസ്. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കും.